വോട്ട് രാഷ്ട്രീയത്തിൻ്റെ മുട്ട മറുപടി ഒരുപക്ഷെ കേരളത്തിൽ നിന്നാകും പശ്ചിമ ബംഗാൾക്കാരും പഠിച്ചത്. കാരണം കഴിഞ്ഞ 27-ന് ബക്രീദ് ദിനത്തിൽ ഇവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടുമുറ്റത്ത് ഇഡിക്ക് നേരെ CPM പ്രവർത്തകർ മുട്ടയെറിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞ് നേരെ അവിടുത്തെ തന്നെ പ്രതിപക്ഷത്തെ പ്രധാന നേതാവായ അഭിഷേക് ബാനർജിക്ക് നേരെ മുട്ടയേറ് നടന്നു. അഭിഷേക് ബാനർജി എന്ന മമതാ ബാനർജിയുടെ മമതയുടെ അനന്തരവൻ ആരോപിക്കുന്നത് തനിക്ക് നേരെ മുട്ട എറിഞ്ഞതിന് പിന്നിൽ BJP ആണെന്നാണ്. ഒന്നോർക്കണം, 24 പർഗാനസ് ജില്ലയിലെ സോനാപൂർ ഭരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ്, TMC, അഭിഷേക് ബാനർജിയുടെ TMC. അവിടുത്തെ 36 വാർഡുകളിൽ 35 ഭരിക്കുന്നത് TMC ആണ് എന്നത് പ്രത്യേകം ഓർക്കണം. ഇത് TMCക്ക് വലിയൊരു പാഠമാണ് ഈ മുട്ട. എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുപോലെ കാണാതെ ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം പ്രീണിപ്പിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയും ഭൂരിപക്ഷം വരുന്ന മറ്റ് മതവിഭാഗങ്ങളെ ഭീഷണിപ്പെടുത്തി എല്ലാ കാലവും കൂടെ നിർത്താമെന്ന് കരുതുകയും ചെയ്താൽ തെറ്റുപറ്റിപ്പോയി. അതിന് അഭിഷേക് ബാനർജി കിട്ടിയ ശിക്ഷയാണിത്. ഈ മുട്ടയേറുന്ന സംഭവത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദി മറ്റാരുമല്ല, അഭിഷേക് ബാനർജി തന്നെയാണ്. ഒന്ന് ഓർക്കണം, 2021-ൽ BJP പ്രവർത്തകർക്കെതിരെ ഖേല ഹോബെ, അതായത് കളി നടക്കുമെന്ന് മമതാ ബാനർജി വളരെ രൂക്ഷമായ ഒരു കമൻറ്റ് പാസ്സാക്കിയിരുന്നു. തൊട്ടു പിന്നാലെയാണ്, ഓർക്കണം, 1 2 450-ലധികം ബലിദാനികൾ BJPക്ക് നഷ്ടപ്പെടേണ്ടി വന്നത്. ഇക്കഴിഞ്ഞ മെയ് 4-ാം തീയതിക്ക് ശേഷം താൻ DJ കൊട്ടുമെന്നും ഈ BJPക്ക് രക്ഷിക്കാൻ ആര് വരുമെന്നും ഒക്കെ അഭിഷേക് ബാനർജി വെല്ലുവിളിച്ചിരുന്നു. പക്ഷേ DJ കൊട്ടാൻ സമയമായപ്പോൾ അഭിഷേക് ബാനർജിയും ബാനർജിയുടെ TMCയും തോറ്റു തുന്നം പാടി. പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും രാഷ്ട്രപതിയെയും അഭിഷേക് ബാനർജി പരസ്യമായിട്ടാണ് അധിക്ഷേപിച്ചത്. ഇതെല്ലാം 24 പർഗാനസിലെ ജനങ്ങൾക്കിടയിൽ അവർ TMCയോടെ ഭരിക്കുന്നതെങ്കിലും ഏറെ രോഷമുണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ 15 വർഷമായി തന്നെയും തന്നെ മമത അമ്മായിയെയും ആർക്കും നീക്കം ചെയ്യാൻ കഴിയില്ലെന്നും തങ്ങളാണ് ദൈവമെന്നും പറഞ്ഞു പരത്തിയതാണ് അഭിഷേക് ബാനർജി. പോലീസ് അടക്കം വൻ ക്രൂരതകളാണ് പർഗാനസിലൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഓർക്കണം, പശ്ചിമ ബംഗാളിലെ മുസ്ലിം ക്ഷേമത്തിനായി മമതാ സർക്കാർ 2026-27 ഈ ബജറ്റിൽ വകയിരുത്തിയത് 1-2 5713.61 കോടി രൂപ. എന്നാൽ ഒരു കാലത്ത് പശ്ചിമ ബംഗാളിനെ ലോകത്ത് തന്നെ പ്രശസ്തമാക്കിയ ആ വ്യവസായങ്ങളെ നിയന്ത്രിക്കുന്ന സംസ്ഥാന വ്യവസായ വകുപ്പിന് നൽകിയത് വെറും 1483 കോടി രൂപ. ഉത്തര ബംഗാൾ വികസനത്തിന് മമത കൊടുത്തത് വെറും 920 കോടി രൂപ. ഒന്നോർക്കണം, സംസ്ഥാനത്തെ മുസ്ലിം ജനസംഖ്യ വെറും 27% മാത്രമാണ്. അവർക്കാണ് ഈ 5700 കോടി രൂപയുടെ മമതയുടെ 2 കൈ നീട്ടിയുള്ള സഹായം. അപ്പോൾ 70% വരുന്ന വെസ്റ്റ് ബംഗാളിലെ ഭൂരിപക്ഷ സമുദായത്തിന് എന്ത് ലഭിച്ചു? അവിടെ കുട്ടികളുടെ ഭാവി കഴിഞ്ഞ 15 വർഷമായി എന്തായി? അതാണ് ചീമുട്ടയിലൂടെ പർഗാനസിലെ ജനങ്ങൾ നടത്തിയ ആ പ്രതികരണം. അതുകൊണ്ട് അഭിഷേക് ബാനർജി ഒട്ടും വിഷമിക്കേണ്ട. കാരണം ചെയ്ത പാപത്തിനും ചെയ്ത കർമ്മങ്ങൾക്കും ആ കർമ്മങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടുവന്ന ജനം തന്നെ നൽകിയ ശിക്ഷയാണിത്. ചീമുട്ട മാത്രമേ ജനം എറിഞ്ഞുള്ളൂ എന്ന് സമാധാനിക്കുക അഭിഷേക് ബാനർജി.